1-2 ദിവസമായിട്ട് ഇങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ വല്യേച്ചിക്ക് അറിയാലോ അവിടുത്തെ തിരക്ക്. വല്യേച്ചിയും കൂടി ഇവിടെ ആയപ്പോ കടയിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി ഒരു ബഹളാ. അപ്പോ ശാന്തേച്ചി വരാറില്ലേ? ആ, അത് വരുന്നതും വരാതിരിക്കുന്നതൊക്കെ കണക്കാ. കൃത്യമായി ജോലിക്ക് വന്നാലല്ലേ എന്തൊക്കെയാ ദിവസം ചെയ്യേണ്ടെന്നൊരു ധാരണ ഉണ്ടാവൂ. വല്ലപ്പോഴും കയറി വന്നാൽ അതൊന്നും നടക്കില്ലല്ലോ. ആ, പിന്നെ വല്യേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ഷീണമൊക്കെ കുറഞ്ഞു വരുന്നില്ലേ? ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. പിന്നെ എന്റെ മോളെ എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ശാലിനിയോട് ഞാൻ പറഞ്ഞു, കൊണ്ടുവന്ന് കാണിക്കാന്ന് പറഞ്ഞായിരുന്നു. എന്താ നീ ആലോചിക്കുന്നത്? അത് വല്യേച്ചിയുടെ അവസ്ഥ പോലെ വേറൊരാൾക്കും വരരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ വല്യേച്ചി, നിങ്ങൾ ഇത്രയും മണ്ടിയായി പോയല്ലോ. നീ എന്താ ശ്യാമ അങ്ങനെ പറഞ്ഞ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ശാരികേച്ചി കുറച്ചു ദിവസമായി മോളെ കാണാനില്ല. മോളെ കാണാനില്ലെന്നോ? അതെ, കുഞ്ഞേച്ചിയുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ചതാണല്ലോ. എന്നിട്ടിപ്പോ എന്തായി? വളർത്തുമില്ല, നോട്ടവും ഇല്ല. മോളെ വീട്ടിനുള്ളിൽ നിന്ന് ആരൊക്കെയോ ചേർന്ന് എടുത്തോണ്ട് പോവുകയും ചെയ്തു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നീ കള്ളം പറയുക. അയ്യോ അല്ല വല്യേച്ചി, സത്യം ഇത്. ദേ, കുഞ്ഞേച്ചിയെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത്. എടി, നീ എന്തൊക്കെയാ ശ്യാമ ഈ പറയുന്നേ? എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് നീ പറയുന്നേ? വല്യേച്ചി, കുഞ്ഞിനെ കാണാനില്ല. ആരോ കൊണ്ടുപോയെന്ന് അറിയാനും പാടില്ല. അപ്പോ മോളെ കൊണ്ടുവന്ന് കാണിക്കാന്ന് പറഞ്ഞതോ? ആര് പറഞ്ഞു? കുഞ്ഞേച്ചിയല്ലേ പറഞ്ഞത്. അവരിതും പറയും, ഇതിനപ്പുറവും പറയും. വല്യേച്ചി, വിഷ്ണുവേട്ടൻ മരിച്ച കാര്യം അറിയോ വല്യേച്ചിക്ക്? അറിയോ? വിഷ്ണു മരിച്ചെന്നോ? ആ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും നമ്മളെ ആരെയും അറിയിച്ചില്ലല്ലോ അവര്. എന്തിന്? വിഷ്ണുവേട്ടന്റെ വീട്ടുകാരെ പോലും അവരെ അറിയിച്ചില്ല. അപ്പൊ പിന്നെ വലിയ ചൊടി കുഞ്ഞിനെ കാണാതായി പോയ വിവരെ അവര് പറയോ? കള്ളിയാ, കള്ളി, പേരും കള്ളി. വലിയച്ചി, വിഷ്ണുവേട്ടനെ കാണാതായതല്ല, കുഞ്ഞേച്ചി കൊന്നു എന്നാ നാട്ടുകാര് പറയുന്നേ. അതും ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി. അങ്ങനെ ഒരാൾ ഈ കുഞ്ഞിന്റെ കാര്യത്തിലും സത്യാവസ്ഥ പറയുന്ന എന്താ ഉറപ്പ്? ഇനി കുഞ്ഞ് ജീവനോടുണ്ടോന്ന് ആർക്കറിയാം? ശ്യാമേ, അല്ല, ഇനി എന്തെങ്കിലും കയ്യബദ്ധം കാണിച്ചു കുഞ്ഞിന് എന്തെങ്കിലും പറ്റിപ്പോയാലോ? കുഞ്ഞേച്ചിയുടെ മുഖം രക്ഷിക്കാനല്ലേ നോക്കൂ. ശ്യാമേ, നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ കുഞ്ഞിനെ ഞാൻ അച്ഛനെയല്ല ഏൽപ്പിച്ച്. എനിക്കിപ്പോ എന്റെ മോളെ കാണണം. എനിക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ട് താ.